അടൂർ ഗോപാലകൃഷ്ണന് മോഹൻലാലിനോട് ഭയങ്കര കുശുമ്പ. ഇപ്പം മോഹൻലാലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, മോഹൻലാലിനെ ഒക്കെ ഗുണ്ടയാണ്, ഗുണ്ട റോളുകൾ ചെയ്ത് മോഹൻലാൽ ജീവിതത്തിലും ഗുണ്ടയായി മാറിയെന്നാണ്. അതുകൊണ്ടാണ് മോഹൻലാലിനെ വെച്ച് മൂപ്പര് സിനിമ ചെയ്യാത്തത്. അടൂർ ഗോപാലകൃഷ്ണൻ പണ്ട് മുതലേ മോഹൻലാലിനോട് ഭയങ്കര ചുരുക്കമാണ്. ദാദാസാഹിബ് അവാർഡ് കിട്ടിയോടുകൂടി ഒന്നുകൂടി ചുരുക്കമായി. മൂപ്പർക്ക് മാത്രമല്ല കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, മോഹൻലാലിനോട് മേടിച്ചപ്പോൾ മൂപ്പർക്ക് ഭയങ്കര പിരിവെട്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ അവാർഡ് കിട്ടിയപ്പോൾ വലിയ സ്വീകരണമാണ് നമ്മുടെ കേരള ഗവൺമെൻറ് കൊടുത്തത്. അതുപോലെ തന്നെ കേണൽ അവാർഡ് കിട്ടി, ഇങ്ങനെ കേണലായി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലാലേണ്ണ വന്ന ചാനൽ ഏറ്റവും അധികം കുശുമ്പ് ഈ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പദയാത്ര എന്ന് പറഞ്ഞ് മമ്മൂട്ടീനെ വെച്ചൊരു സിനിമ എടുക്കുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ കമ്പനി തന്നെയാണ് അത് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എളുപ്പമായില്ല പണിയൊക്കെ. അപ്പോൾ ഇങ്ങനെ മോഹൻലാലിനോട് അസൂയും കുശുമ്പും തോന്നേണ്ട വല്ല കാര്യമുണ്ട്? മമ്മൂട്ടീനെ വെച്ച് നിങ്ങൾ പടം എടുത്ത ഒരു പ്രശ്നമില്ല, നമ്മളാരും കുറ്റമൊന്നും പറയുന്നില്ല. മമ്മൂട്ടി നല്ല നടൻ തന്നെയാണ്, മോഹൻലാലിനൊപ്പം നിൽക്കുന്ന നടൻ തന്നെയാണ്. പക്ഷേ എന്നിരുന്നിട്ട് ഒരു നടനെ വെച്ച് പടം എടുക്കുമ്പോൾ മറ്റേ നടനെങ്ങനെ അടിച്ചു താത്തേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടീനേക്കാളും കൂടുതൽ ആരാധകരുള്ള ഒരു നടനാണ് മോഹൻലാൽ. മമ്മൂട്ടി ചെയ്യുന്ന റോളുകൾ മമ്മൂട്ടിക്ക് പറ്റുള്ളൂ, മോഹൻലാൽ ചെയ്യുന്ന റോളുകൾ ചിലത് മമ്മൂട്ടിക്ക് പറ്റില്ല. മമ്മൂട്ടി ചെയ്യുന്ന പല റോളും ചിലപ്പോൾ മോഹൻലാലിന് പറ്റില്ല. ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അഭിനയത്തിൻ്റെ ഉടമകളാണ്. അതിനിങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട അല്ലേ. മോഹൻലാൽ ചെയ്ത റോളുകളൊക്കെ ഗുണ്ടകളെയാണ്, എല്ലാം ഗുണ്ട റോളാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഇയാൾ എവിടുത്തുകാരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ സിനിമയും കാണാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ സിനിമാ പ്രേമികളുണ്ട്, മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്, മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും. മോഹൻലാൽ അങ്ങനെ ഗുണ്ടയായിട്ടൊന്നും അങ്ങനെ അധികം പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. അതൊക്കെ ഹീറോ ആവണേലും മുമ്പ് കുറേ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് മോഹൻലാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗുണ്ടയായിട്ട് ആരെങ്കിലോടും പെരുമാറിയിട്ടുണ്ടായി? ഇത്രയും നല്ലൊരു മനുഷ്യൻ, മമ്മൂട്ടിനെ പോലെ തന്നെ വളരെ ക്വയറ്റാണ്, എന്തുണ്ടെങ്കിലും പ്രതികരിക്കാത്ത, ആരും വേദനിപ്പിക്കാത്ത, ഒരാളെ വേദനിപ്പിച്ചൊരു വാക്ക് പോലും പറയാത്ത ഒരു നല്ലൊരു മനുഷ്യനാണ്. ഇനി എത്ര ജന്മെടുത്താലും മോഹൻലാലിനെ പോലൊരു നടനെ കേരളത്തിന് കണി കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ. അത് അത്രയും ഒരു കഴിവുള്ള, അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊന്നും അടൂർ ഗോപാലകൃഷ്ണ സാർ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയാണ്, നന്നായി നമ്മുടെ മലയാള സിനിമേനെ ലോക സിനിമയിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നതിൽ നമുക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്. നിങ്ങൾ മോഹൻലാലിനെ വെച്ച് പടം എടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. അതിപ്പോൾ മോഹൻലാലിനെ വെച്ചുള്ള കഥാപാത്രങ്ങൾ നിങ്ങളുടെ കഥയിൽ വന്നിട്ടുണ്ടാവില്ല. മമ്മൂട്ടീനെ വെച്ചുള്ള പടങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതിനും പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, മമ്മൂട്ടിക്ക് നല്ല റോളുകൾ കിട്ടട്ടെ, നമ്മളതൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഒരാളെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയരുത്. അന്ന് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ, ആ പുരസ്കാരം വാങ്ങുന്ന സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ മോഹൻലാലിനെ അടൂർ ഗോപാലകൃഷ്ണ സാർ ഒരുപാട് കളിയാക്കി. പക്ഷെ മോഹൻലാൽ അത് പറഞ്ഞില്ലല്ലോ. മോഹൻലാൽ ഒരു വാക്ക് പോലും നിങ്ങളെപ്പറ്റി മോശം